ഉള്ളിയും വറ്റൽമുളകും പുളിയൊക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എരിവിനായിട്ട് ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ മുളക് ചുട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ സ്റ്റൗവിൽ ചുട്ടെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുളകും കൂടി ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഒരല്പം പുളിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ കല്ലിലേക്ക് ഒരു കൂട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലിൽ തന്നെ ചതച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചതഞ്ഞാൽ മതി, വല്ലാണ്ട് അരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് പനി പിടിച്ചുകൊണ്ട് തന്നെ വായിക്ക് ഒരു ടേസ്റ്റും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പൊടിയരിക്കഞ്ഞിയും ഈ ഒരു ചമ്മന്തിയും കുറച്ച് മാങ്ങ കടുക് വറുത്തുമാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു ചമ്മന്തി നമുക്ക് കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.